ധനികനായ ഒരു പിതാവിൻ്റെ ഇളയ മകൻ അപ്പൻ്റെ പണം ദുർവിനിയോഗം ചെയ്ത് സുഖിച്ചു ജീവിച്ചു. ഒരു നാൾ അപ്പനിൽ നിന്നും തനിക്കുള്ള ഓഹരി വാങ്ങി നാടുവിട്ടു. പല റിസോർട്ടുകളിൽ കൂട്ടുകാരോടൊത്ത് താമസിച്ചു. കയ്യിലുണ്ടായിരുന്ന പണം തീർന്നപ്പോൾ കൂട്ടുകാരെല്ലാം പിരിഞ്ഞുപോയി. താൻ ഒറ്റയ്ക്കായി. ജീവിക്കാൻ മാർഗമില്ലാതെ ഗതികെട്ട് ഒടുവിൽ പന്നികളെ വളർത്തുന്ന ഫാമിൽ ജോലിക്ക് കയറി. ചില വർഷങ്ങൾ പന്നികളോട് കൂടി കഴിഞ്ഞു. നല്ല ശമ്പളമില്ല. നല്ല ഭക്ഷണം കഴിച്ചിട്ട് വർഷങ്ങളായി. ഒരു ദിവസം തൻ്റെ ഭവനത്തെക്കുറിച്ച് അവൻ ഓർത്തു. ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഏറ്റുപറഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാമെന്ന് ചിന്തിച്ച് യാത്രയായി. മകൻ്റെ വരവിനായി കാത്തിരിക്കുന്ന പിതാവ് അവനെ കണ്ട മാത്രയിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനെ വീട്ടിലേക്ക് കൈക്കൊണ്ടു. ഇത് കണ്ട് അസൂയ കൊണ്ട് അവനോട് വഴക്കുണ്ടാക്കിയവനാണ് മുടിയനായ പുത്രൻ്റെ ജ്യേഷ്ഠൻ. നമ്മിൽ പലരും ഈ ജ്യേഷ്ഠനെ പോലെയാണ്. എത്ര വലിയ തെറ്റ് ചെയ്തവരായാലും പശ്ചാത്തപിച്ച് മടങ്ങി വന്നാൽ ആ വ്യക്തിയെ കൈക്കൊള്ളാൻ നമുക്ക് കഴിയണം. സ്വന്തം സഹോദരനോട് പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യാത്തവന് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല.